നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് സി മുകുന്ദൻ MLA തറക്കല്ലിട്ടു. ബസ് സ്റ്റാൻഡ് കല്ലിടൽ പ്രഹസനവും തിരഞ്ഞെടുപ്പ് തട്ടിപ്പുമെന്ന് കോൺഗ്രസിന്റെ ആരോപണം. ശ്രീനാരായണപുരത്ത് കാന നിർമ്മാണത്തിനായി മണ്ണ് നീക്കുന്നതിനിടെ മതിലിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. കൃഷി, പാർപ്പിടം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം എന്നിവയ്ക്ക് ഊന്നൽ നൽകി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. വാർത്തകളിലേക്ക് വിശദമായി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് നാട്ടിക MLA CC മുകുന്ദൻ തറക്കല്ലിട്ടു. ചടങ്ങ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണപക്ഷം ബഹിഷ്കരിച്ചു. ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TP സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ, രജനി ബാബു, TC ഉണ്ണികൃഷ്ണൻ, പവിത്രൻ, KK സന്തോഷ്, അംബിക, MA ഹാരിസ് ബാബു, KM കിഷോർ കുമാർ, UK ഗോപാലൻ, KC പ്രസാദ്, MR ദിനേശൻ, രാജി രഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് വളരെയേറെ ഗൗരവത്തിൽ പഠിച്ചത്. നമ്മുടെ മണപ്പുറം പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, പഴയകാലത്തെ ചരിത്രം ഈ പറയുന്ന പ്രസംഗിക്കുന്നവർക്കൊന്നും അറിയില്ല. പഴയകാലത്ത് ഈ മണപ്പുറം എന്തായിരുന്നു എന്നും കഷ്ടപ്പാടും ദുരിതത്തിന്റെ ജീവിത സാഹചര്യം എന്തായിരുന്നു പരിശോധിക്കണം. അങ്ങനെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസിഡന്റിലൂടെ അടിയന്തരമായി വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മണപ്പുറം പ്രദേശത്ത് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ മനസ്സിലുള്ളത് ഏത് വികസനമായാലും ഏറ്റവും സമാധാനമായി ജീവിക്കണം എന്നാണ് ഏറ്റവും പ്രധാനമായ വിഷയം. ഈ നാട്ടിൽ ഇതുവരെ അങ്ങനെ ഒരു അപകടസ്ഥിതി ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. ഇപ്പോഴാണ് ഒരു പാർട്ടി നമ്മളൊക്കെ കുഴപ്പക്കാരായി കേന്ദ്രീകരിച്ച് അവരും നല്ലവരാന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നത്. പക്ഷേ അവരുടെ തെറ്റിദ്ധാരണയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളായിരിക്കും ഇതിന്റെ പഠനം മാത്രം ഒരു നിലയ്ക്ക് സഹകാരം എടുക്കാൻ പോകുന്നില്ല. നമുക്കറിയാം ഇന്നത്തെ കേരള രാഷ്ട്രീയം. കേരള രാഷ്ട്രീയത്തിന്റെ അകത്ത് എന്ത് നിലപാട് ഇവിടുത്തെ ഭരിക്കുന്ന പ്രസംഗിക്കുന്ന ആൾക്കാർക്കൊന്നും എടുക്കാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരിക്കും വരും കാലങ്ങളിൽ മൂന്നാം ജനാധിപത്യം വരാൻ പോകുന്നത്. അതിനെനിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് കല്ലിടൽ ശുദ്ധ അസംബന്ധവും തെരഞ്ഞെടുപ്പ് തട്ടിപ്പുമാണെന്ന് സുനിൽ ലാലൂർ ആരോപിച്ചു. നിർമ്മാണ അനുമതിയായി എന്ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും നാട്ടികയിലെ ജനങ്ങളെയും MLA തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. സാങ്കേതിക അനുമതിയോ പ്രവൃത്തി ടെൻഡർ ചെയ്യുകയോ എഗ്രിമെന്റ് വയ്ക്കുകയോ ചെയ്തിട്ടില്ല. ഇല്ലാത്ത രേഖ ഉണ്ടെന്ന് MLAയും LDFും പറയുന്നത് നാട്ടികയിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. രേഖയുണ്ടെങ്കിൽ പുറത്തുവിടാൻ സുനിൽ ലാലൂർ വെല്ലുവിളിച്ചു. 8,80,00,000 രൂപയാണ് ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടി ഈ ബഡ്ജറ്റ് അലോക്കേഷനിൽ ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടി പാസ്സായിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ മനസ്സിലായി. 8,80,00,000 രൂപ ചെലവഴിക്കാൻ തീരുമാനിച്ച ഈ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനത്തിന് കഴിഞ്ഞ 2 വർഷക്കാലമായി മുന്നോട്ട് പോകുന്ന ഒരു MLAക്ക് എന്തുകൊണ്ട് കല്ലിടാൻ ഇടതുപക്ഷം ഭരിച്ച പഞ്ചായത്തുള്ള കാലത്ത് കല്ലിടാൻ കഴിയാത്ത MLAക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കല്ലിടുന്നതിൽ MLA അവസാനം കല്ലിടുന്നതിൽ ആ കല്ല് ഈ നാടിനെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. നാട്ടികയെ പച്ചയ്ക്ക് പറ്റിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുനിൽ ലാലൂർ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് AT നയന, VD സന്ദീപ്, CV ഗിരി, TV സജീവൻ, PSP നസീർ, ബിന്ദു പ്രദീപ്, PC ജയപാലൻ, PK നന്ദനൻ, ജനപ്രതിനിധികളായ PC മണികണ്ഠൻ, ഷോല മഹേഷ്, സീന ഉണ്ണികൃഷ്ണൻ, സുബില പ്രസാദ്, നിഷ ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ് എന്നിവർ സംസാരിച്ചു. കാരമുക്ക് ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹോമം, ഹവിസ്, കാഴ്ചശീവേലി, ഭഗവതിയുടെ പിറന്നാൾ സദ്യ, ഉച്ചതിരിഞ്ഞ് പകൽപൂരം, വൈകിട്ട് ദീപാരാധന, തായമ്പക, വർണ്ണമഴ, രാത്രിപൂരം എന്നിവ നടന്നു. തോൽപ്പാവക്കൂത്തിന്റെ അവസാന ഇനമായ ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു.
വലപ്പാട് ബീച്ച് വിക്രംജേരി ശ്രീ ധർമ്മശാസ്ത്ര ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ കളമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു. ഒന്നാം ദിവസം രാവിലെ നട തുറക്കൽ, ഗണപതി ഹവനം, കല്ലുവിരിക്കൽ സമർപ്പണം, ഉഷപൂജ, മുത്തപ്പന്മാർക്ക് കളം, വൈകിട്ട് ദീപാരാധന, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, കണ്ണൻ ശാന്തി, ക്ഷേത്രം മേൽശാന്തി ബിജു ചേർത്തല എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം രക്ഷാധികാരികളായ VV സുധാകരൻ, VR ശശിധരൻ, ക്ഷേത്രം പ്രസിഡന്റ് VR ത്രിവിക്രമൻ, സെക്രട്ടറി VK സുന്ദരൻ, ട്രഷറർ VV വിശ്വംഭരൻ, ഭാരവാഹികളായ BS സുരേഷ്, ഗോപാലകൃഷ്ണൻ VS, രാമചന്ദ്രൻ VK, വ്യാസൻ VG, അനിൽകുമാർ VS, കൃഷ്ണൻ VK, വനിതാ വിഭാഗം കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇതയ്ക്കുന്നല്ലോ ചിപ്പത്തിലേ കൊണ്ട് ചോറ് പോരെ കറികളൊക്കെ വിളമ്പി ആശാൻ പിറന്ന ഏറ്റവും അധികം ആണവായുധം സൂക്ഷിക്കുന്ന അമേരിക്കയും ഇസ്രായേലും പുണ്യമാസത്തെ പോലും കളങ്കപ്പെടുത്തിയെന്ന് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ MP സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നടത്തുന്ന നോമ്പുതുറയിലെ 12ാമത് ദിവസം മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഇഫ്താർ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് ക്രൂരന്മാരായ രണ്ട് രാഷ്ട്രങ്ങൾ ചേർന്ന് ലോകത്തിലെല്ലാ അണുവായുധങ്ങളും സ്വന്തം കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ചേർന്ന് അണുവായുധം നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന സംശയത്തിൽ ഒരു രാജ്യത്തെ ഏകപക്ഷീയമായിട്ട് കടന്നാക്രമിക്കുന്നത്. അത് രാജ്യത്തിന്റെ നിയമങ്ങളും മറ്റെല്ലാം അവിടെ നിൽക്കട്ടെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കീഴടക്കലിന്റെ ആളുകളാണ്, അവർ അധികാരം കൊയ്യുന്ന ആളുകളാണ്. അവര് വെനസ്വേല എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഒരു ഭരണാധികാരിയെ ഒരു ദിവസം രാത്രി കൊണ്ട് പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ ജയിലിൽ കൊണ്ടിട്ടു. എന്തിനു വേണ്ടിയിട്ടാ? അവിടെ നിന്നുള്ള പെട്രോളിയത്തിന് വേണ്ടിയിട്ട്. പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് KA കബീർ, സെക്രട്ടറി CK ഷാജി, തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് C സുൽത്താൻ ബാബു, സെക്രട്ടറി CK ബഷീർ, ഖത്തർ സമീക്ഷ ജനറൽ സെക്രട്ടറി PK സത്താർ അഹമ്മദ്, PA നൌഷാദ്, PU അബ്ദുൾ റഹ്മാൻ, MM മുഹമ്മദ് ബഷീർ, കമറുദ്ദീൻ വടക്കാഞ്ചേരി എന്നിവർ പങ്കെടുത്തു. 21 വർഷമായി നടന്നുവരുന്നതാണ് ഈ നോമ്പുതുറ. രോഗികളും കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെ 500 പേർക്ക് ദിവസവും നോമ്പുതുറ വിഭവങ്ങൾ നൽകി വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി വാടനപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ ഏരിയ സെക്രട്ടറി KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറിയും വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. NREG ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ പ്രസിഡന്റുമായ ശാന്തി ഭാസി, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, KSKTU ഏരിയ സെക്രട്ടറി KC സുധ, മഹിളാ സെക്രട്ടറി പ്രമീള ബൈജു, സീന ഹരിദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം V മുരളീധരൻ, കാഞ്ചന രാജു എന്നിവർ സംസാരിച്ചു. ഇത് ഇന്നലെ വന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കുട്ടിയല്ല, നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളൊക്കെ എത്രയോ കാലം തൊട്ട് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ട് പണിയെടുക്കുന്നവരാണ്. 2004 മുതൽ ഇന്ത്യ രാജ്യത്ത് തൊഴിലുറപ്പ് തൊഴിലുണ്ട്. 2005 തൊഴിലുറപ്പ് ലോകസഭയിൽ വെച്ച് അംഗീകാരം മേടിച്ചുകൊണ്ടാണ് നിയമം പാസാക്കിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലുണ്ടാക്കിയത്. അന്നൊന്നും 7 അയൽവക്കത്ത് പോലും BJPക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. അപ്പൊ തൊഴിലുറപ്പ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് കാണാപ്പാടമാണ്. 1ാം UPA സർക്കാർ
യുദ്ധം അവസാനിപ്പിക്കുക, പ്രവാസികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച CPI മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രതിഷേധ ജ്വാല തെളിയിച്ചു. CPI മണ്ഡലം കമ്മിറ്റി അംഗം സീതാ ഗണേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടേറിയറ്റ് അംഗം MR മോഹനൻ, PK ചന്ദ്രൻ, VG രാധാകൃഷ്ണൻ, PK മോഹനൻ, മിനി ഉണ്ണികൃഷ്ണൻ, പ്രതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം സുഖില മോഹനൻ എന്നിവർ സംസാരിച്ചു. ഇനിയും യുദ്ധം വേണ്ട എന്ന മുദ്രാവാക്യത്തോടെ CPM മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ റാലി CPM ഏരിയ കമ്മിറ്റി അംഗം KV ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. KR അഭിരാജ് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി MK സദാനന്ദൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം മുള്ളൻ ബസാറിൽ കാന നിർമ്മാണത്തിനായി മണ്ണ് നീക്കുന്നതിനിടെ മതിലിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി മുഹമ്മദ് മെഹബുൽ ഇസ്ലാമാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു തൊഴിലാളിയായ മുർഷിദാബാദ് സ്വദേശി സെയ്ഫുൾ മണ്ഡലിനെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. മുള്ളൻ ബസാർ സെന്ററിന് വടക്ക് ഭാഗത്തുള്ള റോഡിലാണ് സംഭവം. സമീപത്തെ മറ്റൊരു കാനയിലേക്ക് ലിങ്ക് ചെയ്യുന്നതിനായി പുതിയ കാനയ്ക്കായി ഹിറ്റാച്ചി ഉപയോഗിച്ച് കുഴി എടുത്തുകൊണ്ടിരിക്കെയാണ് അരികിലെ സ്വകാര്യ പറമ്പിലെ മതിൽ തലയ്ക്ക് മുകളിലൂടെ ഇടിഞ്ഞു വീണത്. സംഭവസമയം കാനയിലുണ്ടായിരുന്ന 2 പേരുടെയും ദേഹത്തേക്കാണ് മതിൽ വീണത്. 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുഹമ്മദ് മെഹബുൽ ഇസ്ലാം മരിച്ചിരുന്നു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 1 മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. സമേതം ജില്ലാ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ശുചിത്വ ഹരിത വിദ്യാലയ തല പരിശോധനയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. എടമുട്ടം SVUP സ്കൂളിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ അധ്യക്ഷനായി. വലപ്പാട് CHSEയിലെ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം BRCയിലെ CRCമാരായ ബനേഷ്, പ്രീത, പ്രധാന അധ്യാപിക മഹിജ, മാനേജർ CP ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട തന്നെ ആരോഗ്യം നമുക്ക് വളരെ ആരോഗ്യം വേണമെങ്കിൽ എന്ത് വേണം? ശുചിത്വം വേണം അല്ലേ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പ്രാപ്തിയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ ആശുപത്രി രംഗത്തുള്ള ആളുകളൊക്കെ കൂടി ഉണ്ട്. അവരൊക്കെ പറഞ്ഞു തരും. ഇപ്പോൾ അതിനധികം നേരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? ശുചിത്വം എവിടെ തുടങ്ങുക? നമ്മൾ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ് അല്ലേ? വ്യക്തി ശുചിത്വത്തിലൊക്കെ നമ്മൾ നന്നായി നോക്കാറുണ്ട് അല്ലേ? നമ്മൾ കുളിക്കും, നമ്മൾ വൃത്തിയായിട്ടൊക്കെ നമ്മൾ സ്കൂളിൽ വരും, കാര്യങ്ങളൊക്കെ ചെയ്യും, വീട്ടിൽ അല്ലെങ്കിൽ അമ്മ നമ്മളെ സഹായിക്കും അല്ലേ? അതൊക്കെ ചെയ്യില്ലേ? അതേപോലെ നമ്മൾ അതിനേക്കാൾ പ്രധാനമാണ്, അതേപോലെ തന്നെ പ്രധാനമാണ് പരിസര ശുചിത്വം അല്ലേ? നമ്മളൊക്കെ തന്നെ മലയാളികളെ പറ്റി പറയാം, നമ്മൾ വ്യക്തി ശുചിത്വത്തിൽ വളരെ മിടുക്കന്മാരാണ്, പക്ഷെ പരിസര ശുചിത്വത്തിൽ അല്പം പിന്നാക്കാണ് അല്ലേ? അങ്ങനെയൊക്കെ പറയാം. അത് പാടില്ല. അപ്പം നമുക്ക് പരിസര ശുചിത്വം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? എവിടെ തുടങ്ങണം? പറഞ്ഞ് എവിടെ തുടങ്ങും? എവിടെ തുടങ്ങുക? വീട്ടിൽ നിന്ന്. കൃഷി, പാർപ്പിടം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം എന്നിവയ്ക്ക് ഊന്നൽ നൽകി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 45,96,52,094 രൂപ വരവും 45,53,17,000 രൂപ ചെലവും 43,35,094 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കൃഷി മേഖലയ്ക്കായി 95,50,000 രൂപയും മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനുമായി 58,70,000 രൂപയും പാർപ്പിട മേഖലയ്ക്ക് 4,31,80,000 രൂപയും പൊതുമരാമത്തിനായി 5 കോടി രൂപയും കുടിവെള്ളത്തിനായി 37,40,000 രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണത്തിനായി 82,10,000 രൂപയും പട്ടികജാതി ക്ഷേമത്തിനായി 1,38,00,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബുവാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ നവമി പ്രസാദ്, KK അജിതകുമാരി, ഐഷാബി മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിഭവങ്ങളെയും നൈപുണ്യ തൊഴിൽ സേനയെയും ഉപയോഗപ്പെടുത്തി സ്വയം പര്യാപ്തമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബജറ്റാണിത്. ഗ്രാമപഞ്ചായത്തും കിട്ടിയ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതികളും പദ്ധതി വേഗവും തനത് ഫണ്ടും മറ്റിതര ഫണ്ടുകളും ബന്ധപ്പെടുത്തി സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വികസനക്ഷേമ പദ്ധതികളാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനത്തോടനുബന്ധിച്ച് കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് ഡിസ്ട്രിക്റ്റിന്റെ പ്രഥമ വനിത രാധിക ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് ഗവർണർ T. ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചാർട്ടർ മെമ്പർമാരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് മെമ്പർമാർക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അംഗൻവാടി കുട്ടികൾക്ക് പ്രോട്ടീൻ ഫുഡ് നൽകുന്നതിന് ഒരു മാസത്തേക്ക് ആവശ്യമായ തുക അംഗൻവാടി അധ്യാപികയ്ക്ക് കൈമാറി. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് 25,000 രൂപ സംഭാവനയുടെ ചെക്ക് ചടങ്ങിൽ കൈമാറി. പ്രമേഹ രോഗികളുടെ കുത്തിവയ്പ്പിനാവശ്യമായ സിറിഞ്ചുകൾ മനോഹരൻ ഏറ്റുവാങ്ങി.
ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ് ഗോപുരത്തിങ്കൽ, സെക്രട്ടറി ടി.എസ്. ബാലകൃഷ്ണൻ, ട്രഷറർ ഷാലി വർഗീസ്, മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ ഇ.ഡി. ദീപക്, നന്ദകുമാർ കൊട്ടാരത്ത്, റീജിയൻ ചെയർപേഴ്സൺ എം. ദിനേശൻ, സോൺ ചെയർപേഴ്സൺ ടി.എൻ. സുഗതൻ, സോൺ ലേഡി അനിത ഭരതൻ, എം.സി. മദൻകുമാർ, എം.എസ്. പ്രദീപ്, സുധ നന്ദകുമാർ, വിമൽ വേണു, ബിജു പുറത്തൂർ എന്നിവർ സംസാരിച്ചു. നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്ത കോൺട്രിബ്യൂഷൻ 4 കോടിയിലധികം ഇന്റർനാഷണലിന്റെ ലീഡും 1.5 കോടി രൂപയോളം മണപ്പുറം ഫൗണ്ടേഷന്റെ ലീഡുകളെല്ലാം ചേർത്തുകൊണ്ടാണ് 4.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു വലിയ ഹോസ്പിറ്റൽ സമുച്ചയം നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അതൊരു വലിയ അച്ചീവ്മെന്റാണ്. നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് വീടുകൾ കൊടുക്കുന്നത്, മുഖ്യമന്ത്രി വീടുകൾ കൊടുക്കുന്നത് നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ കാണുന്നത്. അതിന് 2 മാസം മുമ്പ് നമുക്ക് അവിടെ എല്ലാ ആളുകളെയും എത്തിക്കുന്ന രീതിയിൽ സൗകര്യമായിട്ട് സർവീസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇൻക്ലൂഡിങ് 1 ഫ്ലോർ വിത്ത് ഡയാലിസിസ് യൂണിറ്റ്, ഒരു ഫ്ലോർ മുഴുവൻ ഡയാലിസിസ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഉഗ്ര ഹോസ്പിറ്റൽ നമുക്ക് അവിടെ നിന്ന് That time we again invited our international president to visit one more time in our multi-club. He agreed and he offered, if you induct 1,000 new members within 2 months. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മപ്പള്ളി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB മുകേഷ്, സിജോ പുലിക്കോട്ടിൽ, രതി സുരേന്ദ്രൻ, OS അഷ്റഫ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ശ്രീകല സന്തോഷ്, സരിമ, രമണി സത്യൻ, ധന്യ പ്രമോദ്, കുമാരി രവി, അമ്പിളി ശിവഗിരി എന്നിവർ നേതൃത്വം നൽകി. സമരത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇന്ത്യയിലാകെ 35 കോടി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. 35 കോടി പേർ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. കേരളത്തിലത് 19 ലക്ഷത്തോളം പേരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യർ. ഇത്രയും അധികം ആളുകളുടെ ജീവിതത്തിൽ വലിയ കരിനിഴൽ, വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് പുതിയ തീരുമാനം കേന്ദ്ര BJP സർക്കാർ എടുത്തിരിക്കുന്നത്. ആ തീരുമാനം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, നിലവിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഇല്ലാതായതല്ല, ഇല്ലാതാക്കി. ഭവന നിർമ്മാണത്തിന് ഊന്നൽ നൽകി മണലൂർ പഞ്ചായത്ത് ബജറ്റ്. മണലൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് പ്രസിഡന്റ് സിജി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ അവതരിപ്പിച്ചു. 49.06 കോടി രൂപ വരവും 43.77 കോടി രൂപ ചെലവും 5.29 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി 3 കോടിയും ഭവന നിർമ്മാണത്തിനായി 3.5 കോടി രൂപയും മാലിന്യ പരിപാലനം, ക്രിമിറ്റോറിയം നവീകരണത്തിന് 81.30 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക ഉൽപാദന മേഖലയിൽ 4.38 കോടി രൂപയും സേവന മേഖലയ്ക്ക് 12.96 കോടി രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 5.61 കോടിയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. പട്ടികജാതി മേഖലയുടെ വികസനത്തിനായി 1.70 കോടി രൂപയും വകയിരുത്തി. ചർച്ചയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KP സന്ദീപ്, സലീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PK കൃഷ്ണൻ, കാവ്യ പ്രശോഭ്, KK പ്രകാശൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീബ സന്തോഷ്, BV സജീന്ദ്രൻ, വിലാസിനി വേണുഗോപാലൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ BN സുർജിത്ത്, MR മോഹനൻ, സാജൻ മുടവങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 26-27 വർഷത്തെ ബഡ്ജറ്റിൽ ഉൽപാദന മേഖലയ്ക്ക് 4,48,437 രൂപയും സേവന മേഖലയ്ക്ക് ഭവന നിർമ്മാണം, ദരിദ്ര ലഘൂകരണം ഉൾപ്പെടെ 12,96,51,350 രൂപയും
പാശ്ചാത്യ മേഖലയ്ക്ക് കുടിവെള്ളം, അടിസ്ഥാന വികസനം ഉൾപ്പെടെ 5,61,79,924 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് PMY ഭവന പദ്ധതി, ഭവനം വാസയോഗ്യമാക്കൽ, ആശ്രയ പദ്ധതി, ഭവന പദ്ധതി, ലോൺ തിരിച്ചടവ് എന്നിവ ഉൾപ്പെടെ പാർപ്പിട മേഖലയ്ക്ക് ആകെ 3,50,00,000 രൂപയും വകയിരുത്തിയിരിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് 94,76,637 രൂപയും മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി 16,28,400 രൂപയും വകയിരുത്തിയിരിക്കുന്നു. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾക്കായി സൗജന്യ സൈക്കിൾ വിതരണവും വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് വിതരണവും നടത്തി. SBI ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നാണ് സൈക്കിൾ അനുവദിച്ചു നൽകിയത്. ജില്ലാ പഞ്ചായത്ത് അംഗവും സ്കൂൾ PTA പ്രസിഡന്റുമായ രാകേഷ് കണിയാമ്പറമ്പിൽ എൻഡോമെന്റ് വിതരണവും സൈക്കിളുകളുടെ താക്കോൽ കൈമാറ്റവും നിർവഹിച്ചു. പ്രധാനാധ്യാപിക ടെസി റോസ് മുണ്ടശ്ശേരി അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് സുനിത സുനോജ്, SBI റീജിയണൽ മാനേജർ ഉമ, ബ്രാഞ്ച് മാനേജർ സജി, ബ്രിജേഷ് എന്നിവർ സംസാരിച്ചു. വൺവേ തെറ്റിച്ച് അമിത വേഗതയിൽ ഓടിച്ച ബസ് ഇടിച്ച വയോധികൻ മരണപ്പെട്ട കേസിൽ ബസ് ഡ്രൈവർക്ക് 2.5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ബസ് ഡ്രൈവറായ പൊന്നാനി സ്വദേശി ചുള്ളിക്കൽ വീട്ടിൽ വഹാബിനെയാണ് ശിക്ഷിച്ചത്. 2017 മാർച്ച് 24 രാവിലെ 8 തൃശൂർ കേരളവർമ്മ കോളേജ് റോഡ് ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഇറക്കത്ത് വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പരിസരവാസിയായ അന്തിക്കാട്ട് വീട്ടിൽ പ്രഭാകരനാണ് മരണപ്പെട്ടത്. മകന്റെ കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റിവിട്ട ശേഷം റോഡ് മുറിച്ചു കടന്ന് റോഡരികിലൂടെ നടന്നു വരുമ്പോൾ വൺവേ തെറ്റിച്ച് അമിത വേഗതയിൽ വന്ന ബസ് പ്രഭാകരനെ ഇടിക്കുകയായിരുന്നു. വീടിന് മുന്നിൽ നടന്ന അപകടത്തിന്റെ ശബ്ദം കേട്ട് ഓടിവന്ന ഭാര്യയും മകനും ചേർന്ന് പ്രഭാകരനെ ആശുപത്രിയിലെത്തിച്ചു. ഗുരുതര പരിക്കിനെ തുടർന്ന് 4 ദിവസത്തിന് ശേഷം മരണപ്പെടുകയായിരുന്നു. അശ്രദ്ധമായി വാഹനമോടിച്ച് റോഡ് കുരുതിക്കളമാക്കിയ ബസ് ഡ്രൈവർക്ക് കടുത്ത ശിക്ഷ നൽകുന്നത് സമൂഹത്തിന് നല്ല സന്ദേശം നൽകുമെന്ന അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ M. പ്രതിഭയുടെ വാദം അംഗീകരിച്ചാണ് കോടതി വിധി പ്രസ്താവിച്ചത്. വാടനപ്പള്ളി നെല്ലിശ്ശേരി പൊറിഞ്ചുവിന്റെ മകൻ മാത്യു നിര്യാതനായി. 89 വയസ്സായിരുന്നു. മേരി മാത്യു ആണ് ഭാര്യ. ബെന്നി, ഡ്രൈസൺ, ഷോയ് എന്നിവർ മക്കളാണ്. ഷീബ, പ്രസന്ന, ക്രിസ്റ്റി എന്നിവർ മരുമക്കളാണ്. പരേതന്റെ നേത്രപടലങ്ങൾ വാടനപ്പള്ളി സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ നേത്ര ബാങ്കിലേക്ക് ദാനം ചെയ്തു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് CC മുകുന്ദൻ MLA തറക്കല്ലിട്ടു. ബസ് സ്റ്റാൻഡ് കല്ലിടൽ പ്രഹസനവും തിരഞ്ഞെടുപ്പ് തട്ടിപ്പുമെന്ന് കോൺഗ്രസിന്റെ ആരോപണം. ശ്രീനാരായണപുരത്ത് കാന നിർമ്മാണത്തിനായി മണ്ണ് നീക്കുന്നതിനിടെ മതിലിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. കൃഷി, പാർപ്പിടം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം എന്നിവയ്ക്ക് ഊന്നൽ നൽകി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.